ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാൽക്കപ്പയും അതേപോലെ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഉള്ളൊരു ചിക്കൻ കറിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കറിയാണ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് പിന്നെ ആവശ്യമില്ലാത്ത പാടയും അതേപോലെ തന്നെ കോഴിയുടെ പപ്പവും പിന്നെ വേസ്റ്റൊക്കെ കാണുമല്ലോ ഒരുപാട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. എന്നിട്ട് വേണം കേട്ടോ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ വേസ്റ്റും പാടയും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളയട്ടെ കേട്ടോ. അങ്ങനെ ഇതേ ചിക്കനിലെ വേസ്റ്റൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 വെള്ളമൊക്കെ ഉപയോഗിച്ച് ഇതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ചിക്കൻ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. കാരണം അതിൻ്റെ ബ്ലഡൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് വെക്കുന്നത്. ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് അതൊന്ന് നല്ല വൃത്തിയായിട്ട് ഒരു 3-4 വെള്ളത്തിലൊന്ന് കഴുകി എടുത്തു കേട്ടോ. അങ്ങനെ അതേ വെള്ളം വാരാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ചിക്കൻ ഇവിടെ. ഇനി ചിക്കനിൽ വെള്ളമൊക്കെ വാർന്ന് പോയിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ചേർത്ത് നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ അതിലേക്ക് വേണ്ട സവാളയും തക്കാളിയും പിന്നെ പച്ചമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെ എല്ലാം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തൊണ്ട് കളഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മൾ ചിക്കനിൽ വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ മസാല കൂട്ടി വെക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടിയാണ് കേട്ടോ എടുത്തേക്കണത്. കാശ്മീരി ഒന്നുമല്ല, നമ്മൾ സാധാ മുളക് പൊടിയാണ് കേട്ടോ. നല്ല അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ മസാല അതും ഞാൻ 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതേ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ, ഇവിടെ തന്നെ പൊടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചിക്കനിലിട്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അങ്ങനെ അതേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചിക്കൻ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി ചട്ടി ചൂടാവുന്ന സമയത്ത് ഓയിലോ നമ്മൾ ഏതാണോ യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചുകൊണ്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുത്ത ഓയിൽ ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് സവാളയും തക്കാളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ചതച്ചെടുത്ത് അതിൻ്റെ പേസ്റ്റാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ തക്കാളിയും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അങ്ങനെ നമുക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു. അതേപോലെ തന്നെ ചതച്ചെടുക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഇതിൻ്റെയൊക്കെ പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ വേവാനായിട്ട് വെച്ചത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോരി മാറ്റിയിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇത് ഒരു നല്ല മുരിഞ്ഞൊന്നും നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണ്ട കേട്ടോ. കാരണം നമുക്ക് വറുത്തിട്ട് കറി വയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 3/4 വേവിൽ ഇത്രയും മതിയാവും കേട്ടോ. അങ്ങനെ ഇത് രണ്ടാമത്തെ ട്രിപ്പ് ചിക്കനും വെന്തു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റണം.
എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ ട്രിപ്പ് ചിക്കനും കൂടെ വെന്ത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അതും ഞാൻ കോരി മാറ്റി ആ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ചിക്കൻ വറുക്കണ എണ്ണ അധികമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോരി മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം അതിലേക്ക് ഇത് സവാള ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ വറുത്തെടുത്താണ് നേരത്തെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ സവാളയ്ക്കൊന്ന് വൈൻഡ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2-3 മിനിറ്റ് നേരം മാത്രം വേവിച്ചാൽ മതി കേട്ടോ. തക്കാളി നമുക്ക് ഒരുപാട് വേവില്ലാത്ത സാധനമില്ല, 2-3 മിനിറ്റിൻ്റെ വേവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മസാല നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് തക്കാളി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി എല്ലാത്തിൻ്റെയും കൂടി പേസ്റ്റ്, അത് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം തന്നെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ വറുത്തെടുത്തപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി മസാല പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാലയിലേക്കുള്ള പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു 2.5 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാല പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഞാനിതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും നമുക്ക് കറിയായിട്ട് വേണ്ട, കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് ഈ ഒരു വെള്ളത്തിൽ ഇരുന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് അതിലേക്ക് ചിക്കനിലേക്കൊക്കെ മസാല ഇറങ്ങണ ഒരു രീതിയിൽ തന്നെ ആയിട്ട് നല്ലപോലെ ഒന്ന് വെന്തിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് ഇടപ്പത്തിൽ നിന്ന് ഇറക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ അതേ വെള്ളമൊക്കെ കുറച്ച് പറ്റി നമ്മുടെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും കേട്ടോ. ഇനി ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി കൊടുക്കാം. ഉപ്പൊക്കെ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത്രയും മതി. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്ക് ഇനി അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കപ്പയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനൊരു വലിയ കപ്പയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കപ്പയെ എടുത്തിട്ടുള്ളൂ. നമ്മളിവിടെ തന്നെ നട്ട് പറിച്ചെടുത്തേക്കണ കപ്പയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കപ്പയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ അതേ കപ്പയുടെ തൊലിയൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കൊത്തി നുറുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തൊലി കളഞ്ഞ സമയത്ത് തന്നെ ഞാൻ കപ്പ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. കാരണം കപ്പ ആയതുകൊണ്ട് തന്നെ ചെളി ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊത്തി നുറുക്കി എടുത്ത് കഴിയുമ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കപ്പ ഇതുപോലെ ഒന്ന് കൊത്തി നുറുക്കി എടുക്കണം കേട്ടോ.
അങ്ങനെ അതേ കപ്പ മുഴുവനായിട്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത കപ്പയായിരുന്നു. പക്ഷേ എങ്കിലും ഒരു പ്രാവശ്യം കൂടി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്തിട്ടുള്ള കപ്പ ഞാനിതേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ അതേ കപ്പ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അത് ഞാൻ സ്റ്റൗവിലേക്ക് വേവാനായിട്ട് വെച്ചു കേട്ടോ. ഇനി നമുക്ക് 2 വിസിൽ വന്ന അത്രയും നേരം നമുക്ക് നോക്കിയിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കപ്പ റെഡിയാക്കും. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങയുടെ പാലൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ഒന്ന് ചിരവി എടുക്കട്ടെ. അപ്പോൾ അങ്ങനെ അതേ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തുകൊണ്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട്. കുറച്ച് വെള്ളത്തിൽ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞാൽ മതി. പിന്നെ ചെറിയ ചൂടുവെള്ളം ഒഴിക്കണത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങയിലുള്ള ആ ഒരു വെളിച്ചെണ്ണയും അതിൻ്റെ നെയ്യും ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചങ്ങാണ്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള പാലായിരിക്കും കിട്ടണം കേട്ടോ. അങ്ങനെ അത് ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് മാത്രം വെള്ളം തേങ്ങയുടെ ഒപ്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ തേങ്ങാപ്പാലിൽ നമുക്ക് ഒരു പാല് മാത്രം മതി കേട്ടോ. പിന്നെ അങ്ങോട്ടുള്ള 2ാം പാലൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി തേങ്ങ ഒന്ന് അരച്ചെടുത്ത് നമുക്കതിൻ്റെ പാലും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനത്തെ തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തേങ്ങാ പാലും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം. അങ്ങനത്തെ തേങ്ങയുടെ പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളിയാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതേപോലെ തന്നെ ഒന്ന് കഴുകി മിക്സിയുടെ ജാറിലിട്ടുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് നമുക്ക് പേസ്റ്റാക്കി അരയ്ക്കൊന്നും വേണ്ട, ഒന്ന് പൊട്ടിച്ചെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ജാറിലല്ലെങ്കിലും ഇടികല്ലിൽ ഇട്ടിട്ടാണെങ്കിലും ഒന്ന് ഇടിച്ച് പൊട്ടിച്ചൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഇതേ ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മൾ കപ്പയും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കപ്പ നല്ലപോലെ വേവണ കപ്പയാണ്, നമ്മൾ നട്ടകണ കപ്പ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന കപ്പ പറിച്ചെങ്ങാണ്ടാണ് നമ്മളിത് പാൽക്കപ്പ ഉണ്ടാക്കിയത് കേട്ടോ. ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഇത് സ്റ്റൗവ് കത്തിച്ച് ഞാനൊരു ചീനച്ചട്ടി എടുത്തുകൊണ്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം.
അങ്ങനെ അതേ വെളിച്ചെണ്ണ ചൂടായ ശേഷം ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുമന്നുള്ളി വെളുത്തുള്ളിയും കൂടെ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കപ്പ് പകുതി പാൽക്കപ്പയായിട്ടും പകുതി കപ്പ് ഉലത്തായിട്ടും ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ബാക്കി ഞാൻ മാറ്റി വെച്ചു കേട്ടോ. കുറച്ച് കപ്പ ഉലത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഉള്ളി ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് വഴണ്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളവർക്ക് വറ്റൽമുളക് ഉണ്ടല്ലോ, അത് നമുക്ക് ഒടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത കാരണം ഞാനത് ചേർത്തില്ല എന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഉള്ളിക്കൊക്കെ ഇത് ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതേതിലേക്ക് കപ്പ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവാണ് കേട്ടോ നമുക്ക് പാൽക്കപ്പ കിട്ടേണ്ടത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ പാൽക്കപ്പയൊക്കെ കൂട്ടി നമുക്ക് ഒരു പിടുത്തം അങ്ങ് പിടിച്ചാലോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിലും കൂടെ വന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കെങ്കിലും തരാൻ മടിക്കല്ലേ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും അതുപോലെ തന്നെ വ്ളോഗും ഒക്കെ ആയിട്ട് നല്ലൊരുപാട് വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കയറി കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കയറി കാണുക. വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.